വിശദമായ വാർത്തയിലേക്ക് വരുമ്പോൾ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ പാലക്കാട് IITക്ക് ഫണ്ട്. ബജറ്റ് അവതരണത്തിനിടെ ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് പാലക്കാട് IITയുടെ അടിസ്ഥാന വികസനത്തിന് ഫണ്ട് അനുവദിച്ചതായി പ്രഖ്യാപിച്ചത്. വയനാട് പുനരധിവാസ പാക്കേജ് അടക്കം ബജറ്റിൽ കേരളത്തിന് നിരാശ. ബജറ്റ് അവതരണത്തിനിടെ ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് പാലക്കാട് IITയുടെ അടിസ്ഥാന വികസനത്തിന് ഫണ്ട് അനുവദിച്ചതായി പ്രഖ്യാപിച്ചത്. 2014 ശേഷം സ്ഥാപിതമായ പാലക്കാട് ഉൾപ്പെടെയുള്ള 5 IITകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നിക്ഷേപം നൽകുമെന്നാണ് പ്രഖ്യാപനം. രാജ്യത്തെ IITകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പാലക്കാട് IITയും ഉൾപ്പെടും എന്നത് മാത്രമാണ് ബജറ്റിൽ കേരളത്തിന്റെ ഏക ആശ്വാസം. അതൊഴിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ബീഹാറിന് വാരിക്കോരി നൽകിയ ബജറ്റിൽ കേരളത്തിന് അർഹിച്ച സഹായം പോലും ലഭിച്ചില്ല. മറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സഹായം ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു കേരളത്തിന്റെ പ്രതീക്ഷ. പുനരധിവാസ പദ്ധതികൾക്കായി 2000 കോടിയുടെ പാക്കേജാണ് കേരളം ആവശ്യപ്പെട്ടത്. എന്നാൽ അത്തരമൊരു പ്രഖ്യാപനമുണ്ടായില്ല. പ്രത്യേക പാക്കേജോ പ്രഖ്യാപനമോ പോയിട്ട് കേരളത്തിന് കാര്യമായി ഗുണം ലഭിക്കുന്ന പദ്ധതികൾ പോലും ഇക്കുറിയില്ല. സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ തദ്ദേശ ഭരണസ്ഥാപനങ്ങൾ വഴി സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നത് ചൂണ്ടിക്കാട്ടി കേരളത്തെ അഭിനന്ദിച്ച കേന്ദ്രമാണ് ബജറ്റിൽ സംസ്ഥാനത്തെ പാടെ അവഗണിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.